വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. മധ്യപൂർവ്വ രാജ്യങ്ങളിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്ത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അറഗ്ചിയും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നുവെന്നും രാജ്യങ്ങൾക്ക് സുരക്ഷയും സ്ഥിരതയും ലഭിച്ചുവെന്നും മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിനാണ് സൗദിയെ പ്രാധാന്യം നൽകുന്നതെന്നും കിരീടാവകാശി കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ അതിക്രമത്തെ അപലപിച്ച സൗദി നിലപാടിൽ ഇറാൻ മന്ത്രി നന്ദി പറഞ്ഞു. ആജീവനാന്ത ഗോൾഡൻ വിസ നൽകുമെന്ന് പ്രചരിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞ് ദുബൈയിൽ പ്രവർത്തിക്കുന്ന റയാദ് ഗ്രൂപ്പ്. ഗോൾഡൻ വിസ എടുക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയായിരുന്നു കമ്പനിയുടെ ലക്ഷ്യമെന്നും ഇതു സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി. 1 ലക്ഷം ദിർഹം ഫീസ് നൽകിയാൽ ആജീവനാന്തം ഗോൾഡൻ വിസ ലഭിക്കുമെന്നും UAE-യിൽ വരാതെ ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും സ്വന്തം നാട്ടിൽ നിന്ന് അപേക്ഷിക്കാമെന്നും റയാദ് ഗ്രൂപ്പ് അറിയിച്ചിരുന്നു. ഇതിനെതിരെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി രംഗത്ത് വന്നതോടെയാണ് കമ്പനി മാപ്പ് പറഞ്ഞത്. സൗദിയിൽ പെട്രോൾ ഇന്ധനങ്ങളുടെ നിറവ്യത്യാസം കാണിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അധികൃതർ രംഗത്ത്. സൗദിയിൽ ഗ്യാസോലിൻ ഇന്ധനത്തിന്റെ നിറത്തിലുള്ള വ്യത്യാസങ്ങൾ മോശം ഗുണനിലവാരത്തിന്റെയോ ഉൽപ്പന്ന സുരക്ഷയുടെയോ സൂചകമല്ലെന്നും ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെ സർവീസ് സെന്ററുകളുടെയും സ്റ്റാൻഡിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥിരീകരിച്ചു. ഓരോ സ്റ്റേഷനിൽ നിന്നും വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ധനങ്ങളുടെ നിറവ്യത്യാസം കാണിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മറുപടിയുമായി അധികൃതർ രംഗത്തെത്തിയത്. സൗദിയിൽ ഉപയോഗിക്കുന്ന 91 ഓക്സൈൻ ഗ്യാസ് ലോൺ, 95 ഓക്സൈൻ ഗ്യാസ് ലോൺ എന്നീ 2 തരം വാഹന ഇന്ധനങ്ങളുടെ തരംതിരിവ് സൂചിപ്പിക്കാൻ മാത്രമായാണ് നിറം ഒരു പ്രത്യേക അടയാളമായി ചേർത്തിരിക്കുന്നതെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.82 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.30 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 280.01 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 222.28 ഇന്ത്യൻ രൂപ.